നമസ്കാരം. തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി കിട്ടിയതോടെ പിണറായിക്ക് ഇപ്പോൾ കണ്ടകശനി തന്നെയാണ്. അത് ഉടനൊന്നും അങ്ങനെ തീരാനും പോണില്ല. സത്യം പറഞ്ഞാൽ അമ്മാതിരി പ്രവർത്തികളാണ് ചെയ്തു കൂട്ടിയത്. അന്ന് ഇതൊക്കെ തെറ്റ് എന്ന് പറഞ്ഞാൽ അയാളുടെ കാര്യം പോക്കാണെന്ന് അണികൾക്ക് തന്നെ അറിയാമായിരുന്നു. അതാണ് ഒന്നും മിണ്ടാതെ വാ പൂട്ടിയിരുന്നത്. പക്ഷേ ഇന്ന് അതല്ല അവസ്ഥ. പിണറായിക്കെതിരെ എല്ലാവരും തിരിഞ്ഞു തുടങ്ങി. നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പ്രഹരത്തിനു ശേഷവും തെറ്റുകൾ തിരുത്താൻ തയ്യാറാകാത്ത CPM സംസ്ഥാന നേതൃത്വത്തിനെതിരെ യുവജന പ്രസ്ഥാനമായ DYFI തിരിയുകയാണ്. ജില്ലാ ഏരിയ സമ്മേളനങ്ങളിൽ അണികൾ തോൽവിയുടെ യഥാർത്ഥ കാരണക്കാരായി മുഖ്യമന്ത്രി പിണറായി വിജയനെയും പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെയും കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിനെയും തുറന്നു കാണിച്ചിട്ടും മാളത്തിലൊളിക്കുന്ന നിലപാടാണ് സംസ്ഥാന നേതൃത്വം സ്വീകരിക്കുന്നത്. ജനവികാരം പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് DYFIയിലെ പുതുതലമുറ രൂക്ഷ വിമർശനങ്ങളുമായി മുന്നോട്ട് വരുമ്പോൾ അത് കേട്ടില്ലെന്ന് നടിക്കുന്ന മുതിർന്ന നേതാക്കളുടെ ശൈലി പാർട്ടിയെ കൂടുതൽ നാശത്തിലേക്കാണ് നയിക്കുന്നത്. കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ ഉയർന്ന വിമർശനങ്ങൾ കേവലം ഒരു ജില്ലയിലെ മാത്രം വികാരമല്ല, മറിച്ച് സംസ്ഥാനത്തുടനീളമുള്ള സാധാരണക്കാരായ സഖാക്കളുടെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ്. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഉത്തരവാദിത്തം താഴെത്തട്ടിലുള്ള അണികളുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ കണ്ണ് തുറപ്പിക്കുന്നതായിരുന്നു സമ്മേളനത്തിലെ ചർച്ചകൾ. അഹങ്കാരവും ജനങ്ങളിൽ നിന്നുള്ള അകൽച്ചയുമാണ് തോൽവിക്ക് കാരണമെന്ന് യുവജന നേതാക്കൾ തുറന്നടിച്ചു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊതുവേദികളിലെ ധാർഷ്ട്യവും പെരുമാറ്റ ദൂഷ്യവുമാണ് തിരിച്ചടിയുടെ പ്രധാന കാരണമായി DYFI ചൂണ്ടിക്കാണിക്കുന്നത്. പൊതുവേദികളിൽ മൈക്ക് ഓപ്പറേറ്റർമാരോട് കാണിച്ച അസഹിഷ്ണുതയും പത്തനംതിട്ടയിൽ പ്രസംഗത്തിനിടെ മാധ്യമപ്രവർത്തകരോടും ജനങ്ങളോടും വീട്ടിൽ പോയി ചോദിക്കുക എന്ന് ആക്രോശിച്ചതുമെല്ലാം സാധാരണക്കാരായ വോട്ടർമാർക്കിടയിൽ ഉണ്ടാക്കിയ അമർഷം ചെറുതല്ല. ഈ പെരുമാറ്റ ശൈലി പാർട്ടിക്കും മുന്നണിക്കും ഉണ്ടാക്കിയ അവമതിപ്പാണ് തെരഞ്ഞെടുപ്പിൽ വോട്ടായി മാറിയത്. ആളുകൾക്ക് മനസ്സിലാകുന്ന ലളിതമായ ഭാഷയിലല്ല സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സംസാരിക്കുന്നതെന്ന വിമർശനവും ശക്തമാണ്. കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ ഭാഷാ പ്രയോഗങ്ങൾ തികഞ്ഞ പരാജയമായിരുന്നു. MV ഗോവിന്ദന്റെയും KK രാഗേഷിന്റെയും അനാവശ്യ ഇടപെടലുകളും പ്രവർത്തന വൈകല്യങ്ങളുമാണ് പയ്യന്നൂരിലും തളിപ്പറമ്പിലും പോലുള്ള CPM ഉരുക്കുകോട്ടകളിൽ പോലും LDF സ്ഥാനാർത്ഥികൾ തോറ്റു തുന്നം പാടാൻ കാരണമെന്ന് സമ്മേളനത്തിൽ ആഞ്ഞടിച്ചു. കണ്ണൂരിൽ പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ രാഗേഷ് പൂർണ്ണ പരാജയമായിരുന്നു. വിമർശനശരം CPM നേതാക്കളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് AA റഹീമിന് നേരെയും വിരൽ ചൂണ്ടപ്പെടുന്നുണ്ട്. സംഘടനയിൽ 35 വയസ്സ് പൂർത്തിയായ മേഖലാ ഭാരവാഹികളെ നിഷ്കരുണം മാറ്റി നിർത്താൻ തിടുക്കം കാണിക്കുന്ന അതേ നേതൃത്വം തന്നെയാണ് 46 വയസ്സായിട്ടും റഹീമിനെ സംഘടനയിൽ ചുവടുറപ്പിച്ച് നിർത്തുന്നത്. അഖിലേന്ത്യാ നേതാവായിരുന്നിട്ടും തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുടെ ചുമതല റഹീമിന് വെച്ചുകൊടുത്ത ഇരട്ടത്താപ്പിനെതിരെ യുവജന നേതാക്കൾ പരസ്യമായി പ്രതിഷേധിക്കുകയാണ്. ജില്ലകളിലും ഏരിയകളിലും പാർട്ടിയെയും പോഷക സംഘടനകളെയും താഴെത്തട്ടിൽ ശക്തിപ്പെടുത്തുന്ന അണികൾ യാഥാർത്ഥ്യം വിളിച്ചു പറയുമ്പോഴും സംസ്ഥാന നേതൃത്വം ഇതൊന്നും കണ്ട ഭാവം നടിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ ദുരന്തം.